ഇന്ന് നമ്മൾ കാണിക്കുന്നത് യൂണിഫോമാണ്. യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ്ങാണ്. അളവ് വെച്ചിട്ട് ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുക. ഇതാ കുറച്ച് എക്സ്ട്രാ അധികം എടുത്തുക്കണം. ഞാൻ അധികം എടുത്തുക്കണം. ഇത്രയൊക്കെ ഉള്ളൂ വേണ്ടി വരിക. ഒരു ഇഞ്ചൊക്കെ അധികം എടുക്കുന്നുണ്ട്. അത് ഞാനിതാ ഷോൾഡറിന് അളവിൻ്റെ കുറച്ച് പുറത്ത് ഒരു 4 ഇഞ്ച് തൊട്ട് വരയിടുന്നുണ്ട്. അതേപോലെ ഷോൾഡറും തന്നെ ഷോൾഡറിന് ഇതാ ഇവിടെ അളവൊന്നും ഇല്ലാത്തവർക്കാണ് സ്വന്തം ചുരിദാറൊക്കെ വെച്ചിട്ട് കുട്ടികൾ ഇതൊക്കെ വെച്ചിട്ട് കൂടുതൽ എടുക്കേണ്ടവർക്ക് കുറച്ച് നീട്ടി വരാം. ഇത് ഈ അളവ് തന്നെ പറഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കക്ഷ ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് കക്ഷത്തിൻ്റെ ഇവിടേക്ക് ഒരടയാളപ്പെടുത്തിക്കണം. ഇത് ഞാനിങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എളുപ്പമാണ്. എല്ലാവർക്കും അവനവൻ്റെ മക്കൾക്കുള്ളത് എളുപ്പമായി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ഷേപ്പിൽ ഇത് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ബാക്കത്തെ നെക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്കത്തെ നെക്കാണ് ആദ്യം കട്ട് ചെയ്യണേ. അപ്പോൾ ബാക്കത്തെ നെക്കിൻ്റെ ഈ ഭാഗത ഇങ്ങനെയുള്ള ഭാഗമല്ലേ, അവിടെ ഞാനൊരു വര കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ക്വയർ പോലെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്യണതാണ്. അപ്പം ഞാൻ കട്ട് ചെയ്യാണ്. ഈ വരട്ടീൻ്റെ കുറച്ച് മുകളിൽ വര കാണുന്ന വിധത്തിലാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ഒന്ന് അതേപോലെ ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് പീസ് ഇട്ടിട്ടുണ്ട്. ഇനി അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. കയ്യിനുള്ളത് കട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒന്ന് ബാക്ക് ക്ലോത്തിനുള്ളതും 2 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ 2 പീസാണ്. ഇനി ഇതിൽ ഫ്രണ്ടിന് നെക്ക് വെച്ച് കൊടുക്കും. ബാക്കിന് നമുക്ക് ചെറിയ സ്ക്വയർ പീസ് വെച്ച് നമുക്ക് ബാക്ക് അടിച്ചാൽ ഇനി കൈ സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാൻ ഈ കട്ട് ചെയ്ത ഈ ഇതുണ്ടല്ലോ, അക്ഷത്തിൻ്റെ ഈ വെട്ടിയെടുത്തത് ഈ കൈയിൻ്റെത്, ഇത് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടും കട്ട് ചെയ്യാം. അല്ലെങ്കിലോ നമുക്ക് ഈ പീസ് ഉണ്ടാവുമല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്, അതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഭാഗമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതെങ്ങനെ വരഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കൈ പറഞ്ഞേക്കണ ഫുൾ കൈയാണ്. ഫുൾ കൈയിനുള്ളത് ഏകദേശം ഇത് മൊത്തം വേണം. മൊത്തം വേണം. അപ്പോൾ ഞാൻ ഈ പീസ് മൊത്തം എടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി അതിൽ കൂടെ കട്ട് ചെയ്യാം.
ഇതിൻ്റെ സെൻറ്ററൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കാണാം. ഫ്രണ്ടിൽ ഞാൻ റൗണ്ട് നെക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒന്ന് 5.5 ഇഞ്ച് നെക്കിന് അടയാളപ്പെടുത്തിയിട്ട് അതിനിങ്ങനെ ഒരു വര അരച്ചിട്ട്, അതുപോലെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നിട്ട് ഒരു വര അരച്ച് ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഒരു 1.25 ഇതിട്ട് അതിക്കൊന്നിങ്ങനെ ചെരിച്ച് വളച്ചിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിയാവും. അതിൽ ഞാൻ വെച്ച് കൊടുക്കാൻ ക്രോസ് പീസാണ് എടുക്കുന്നത്. ക്രോസ് പീസ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. കഴുത്തിന് വെട്ടുന്ന പീസില്ലേ, ആ പീസിൽ നിന്നാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൂല ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്.